അമ്മച്ചിയേ, അമ്മച്ചി എന്നെ നോക്കിക്കൊണ്ടിരിക്കുവാ. ഈ ഭക്ഷണം എപ്പ എടുത്തു വെച്ചതാ? ഗുളിക കഴിക്കാനുണ്ട്. എന്തൊക്കെയാ അമ്മച്ചി കാട്ടുന്നേ? അമ്മച്ചി എന്താ ഇനി വരുമ്പോ എന്നോട് ചോദിക്കുമെന്ന് അറിയാവോ? ഞാനില്ലെങ്കിൽ അമ്മയ്ക്ക് കഞ്ഞിക്കും വെള്ളം ഒന്നും കൊടുക്കത്തില്ലേന്ന് ചോദിക്കും. എന്നെ ചീത്തയിപ്പിക്കാൻ വേണ്ടിയാണോ അമ്മച്ചി ഈ ഇരിപ്പിരുന്ന് കൂട്ടുന്നത്? ഞാൻ എന്തൊക്കെ ചെയ്യണം? അടുക്കള കയറണം, കൊച്ചിനെ നോക്കണം, എല്ലാം ഓടിക്കണ്ടേ? അതിന്റെ ഇടയ്ക്ക് അമ്മയും കൂടി ഇങ്ങനെ തുടങ്ങാതെ. ഒന്നും വേണ്ട. അത് വെറുതെ. അമ്മേ, ഇന്നലെ അല്ലേ ഒരു നേരം ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങ് കൊണ്ടുവന്നത്? അപ്പോഴേ അമ്മ തുടങ്ങുവാണോ? ഞങ്ങൾ ഈ വീട്ടിലുള്ളവരും മനുഷ്യന്മാരല്ലേ? രേണി മാത്രമേ ഉള്ളൂ. രേണി തന്നാൽ മാത്രമേ അമ്മ കഴിക്കോ കുടിക്കോ ചെയ്യത്തുള്ളൂ. ഇത് ഞങ്ങളൊക്കെ പിന്നെ ഏതാ അമ്മച്ചി? എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാനുള്ളതാ അമ്മച്ചി. രേണി ഇപ്പൊ പുറത്തേക്ക് പോയിട്ട് ഇങ്ങോട്ട് കയറി വരും, എന്നിട്ട് എന്നെ ചീത്തയും തെറിയും പറയും. എനിക്ക് ഈ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പൊ രേണീനെ ഫോൺ വിളിക്കട്ടെ, എന്നിട്ട് ഞാൻ അമ്മയുടെ തരാം. ഞാൻ വിളിക്കേണ്ടി വന്നില്ല, ദേ മോള് വിളിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാ പറഞ്ഞു. അമ്മച്ചേ, മരുന്നൊക്കെ കഴിച്ചോ? അതിനെ മരുന്ന് കഴിക്കാത്ത? ഇന്നലെ ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, മരുന്നൊക്കെ ഇല്ല കഴിക്കാനാ. ഞാൻ എളുപ്പം ഓടി വന്നേക്കാം, വിഷമിച്ചൊന്നും വേണ്ട. താത്തു നല്ലപോലെ നോക്കുന്നുണ്ടല്ലോ. പിന്നെ എന്നാ അമ്മച്ചിയെ ഇങ്ങോട്ട് നോക്കണി കള്ളി. അയ്യോ, ഞാനേ ഇങ്ങോട്ട് നോക്ക. വെളുപ്പിനെ എത്തിയായിരുന്നു. 7:15 ആയപ്പോഴത്തേനും എന്റെ അമ്മച്ചിക്ക് വയ്യെന്നറിഞ്ഞോണ്ടേ. അവിടെ എന്നാ? അവിടെ ഒന്നും ഇല്ലെന്നേ. ചക്കരെ, വിഷമിച്ചു പോയോ ഞാനില്ലാഞ്ഞിട്ട്? ചക്കരെ, നീ ഭയങ്കര കരച്ചിലായിരുന്നെന്നൊക്കെ പറഞ്ഞു. അതെന്തിനാ? ഇന്നലെ മരുന്നിന് പോയിട്ടൊക്കെ വന്നതല്ലേ? ആശുപത്രിയിലല്ലായിരുന്നോ 2 ദിവസം? അപ്പം പിന്നെ മരുന്നൊക്കെ മുടങ്ങാൻ പറ്റുമോ? എനിക്ക് ഒഴിവാക്കാൻ മേലാത്ത കേസായോണ്ടല്ലേ ഒരു ദിവസത്തിന് മാറിയത്. ഞാൻ വെളുപ്പിനെ തന്നെ ഓടി വന്നില്ലേ, പിന്നെ എന്തിനാ? ദൈവമേ, എൻ്റെ അമ്മച്ചിയുടെ കാര്യമേ. എനിക്ക് വീണ്ടും ഒന്ന് പോകേണ്ടി വന്നേ. അത് കാരണം അമ്മച്ചിക്ക്, അത് ഞാൻ പോയതിന് ശേഷം അമ്മച്ചിക്ക് ഒരു ചെറിയ പനിയൊക്കെ വന്നിട്ട് പിള്ളേർ ഹോസ്പിറ്റലിൽ കാണിച്ച് ഒരു ദിവസം കിടന്നു. താത്തു ആകട്ടോ നോക്കുന്നത്, ഞാൻ നോക്കുന്നതിലുപരിയായിട്ട് എൻ്റെ താത്തു നോക്കുന്നതാണ്. എന്നിട്ടും അമ്മച്ചിയെ നിർബന്ധിച്ചിട്ട് കഞ്ഞി കുടിക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി കഞ്ഞിവെള്ളം കുടിപ്പിക്കാനോ കുറുമ്പിൽ കഴിക്കാനോ ഒന്നും നോക്കിയിട്ട് നടക്കുന്നില്ലെന്നും പറഞ്ഞ് കൊച്ചൻ്റെ അടുക്കൽ സങ്കടപ്പെട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു. അമ്മച്ചി ഭയങ്കര കരച്ചിലും ആലോചനയും ഇരിപ്പുവാ. ഞാനിങ്ങനെ എപ്പോഴാ വരുന്നേന്നും ചോദിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. പ്രായമായി കഴിയുമ്പോഴേ ഒരുപാട് സ്നേഹിക്കുന്നവരടുത്തുനിന്ന് മാറുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാരണവന്മാരല്ലേ. ഞങ്ങൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? അച്ചാച്ചനും അമ്മച്ചിയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ, അതായത് പ്രത്യേകിച്ചും അമ്മച്ചി എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ, ഹൈറേഞ്ചിൽ താമസിക്കുന്നവർ പറയും തൊടുപുഴയ്ക്കൊക്കെ വരുമ്പോഴേ ഞങ്ങൾ നാട്ടിൽ പോവാന്ന് പറയും. അമ്മച്ചി അങ്ങനെ ഞങ്ങൾക്ക് തൊടുപുഴയിലും ഒക്കെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. അപ്പം നാട്ടിൽ പോവാന്നും പറഞ്ഞ് നാട്ടിലോട്ട് പോകുന്ന കഴിയുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. ഏറ്റവും അധികം ഞാനും സതിച്ചേച്ചി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അമ്മച്ചി ഇട്ട ബ്ലൗസ് ഒരാൾ പിടിച്ച് മേടിക്കും, ഒരാൾ അമ്മച്ചിയുടെ തോളെ കിടന്ന തോർത്ത്, എന്നുവെച്ചിട്ട് ആ തോർത്തും ആ ബ്ലൗസും ഒക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടാണ് കിടക്കുന്നത്, അമ്മച്ചിയുടെ ആ മണം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ പറയും, അമ്മയല്ലാതെ ഒരമ്മയുണ്ടോ, ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളതെന്നൊക്കെ ചോദിച്ചോണ്ട് ഒരു പാട്ടുമൊക്കെ പാടുമായിരുന്നു. ഇരുന്നോണ്ട് ചിരിക്കുന്നു അമ്മച്ചി വരുന്നോളം വരെ. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ദൂരെ താഴേക്കിങ്ങനെ കണ്ണും നട്ട് നോക്കിയിരിക്കും അമ്മച്ചി അച്ചാച്ചനും ഒക്കെ വരുന്നത് വരെ എന്ന് പറഞ്ഞ ഉണക്കേ. ഇപ്പം ഞാൻ വരാനായിട്ടേ അമ്മച്ചി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ ഞങ്ങൾ നോക്കിയിരുന്നു. ഒരു 60-70 വയസ്സ് കഴിയുമ്പം മക്കൾ വരാൻ കാരണന്മാർ നോക്കിയിരിക്കും. അപ്പം നമ്മൾ എന്നാ ചെയ്യണ്ടേ? നമ്മൾ ഈ കൈ വിടാതെ, അവരെ ഒത്തിരി വിഷമിക്കാതെ നമ്മൾ പോകുന്ന കാര്യം സാധിച്ചിട്ട് ഓടി അവരുടെ അടുത്തെത്തണം. വീട്ടിലുള്ളവർ നോക്കിയാലാഞ്ഞിട്ട് ഒന്നും അല്ലെന്നേ. എന്നാലും അവർക്കൊരു എന്താ ഞാൻ പറയുന്നത്, അതിനെനിക്ക് പറയാനായിട്ട് വാക്കുകളൊന്നുമില്ല. ചെറുപ്പത്തിൽ നമ്മളെ അവർ കൈ പിടിച്ചു, നമ്മളിപ്പം നമ്മുടെ കാരണവന്മാരുടെ കൈ പിടിക്കുന്നു, അത്രയേ ഉള്ളൂ. അതൊന്നും ഒരിക്കലും അധികപ്പറ്റോ നമുക്ക് നഷ്ടങ്ങളോ ഒന്നും ഉണ്ടാക്കി തരത്തില്ല. എപ്പോഴും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുള്ളൂ. താണ്ട ഈ കൈ വെച്ച് എപ്പോഴും പറയും, എൻ്റെ മോന് നല്ലതേ വരത്തുള്ളൂ, എൻ്റെ മോനെ ദൈവം അനുഗ്രഹിക്കുന്നു. അതാ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം, എൻ്റെ അമ്മച്ചിയുടെ അനുഗ്രഹം. അതെനിക്ക് പറഞ്ഞാലുണ്ടല്ലോ വാക്കുകൾ പോലും ഇല്ല. ഒരു ദിവസത്തേന് പോലും ഇട്ടിട്ട് മാറി നിൽക്കാൻ എനിക്കും ഇഷ്ടമില്ല.
അപ്പം നമ്മളെല്ലാവരും കൊണ്ടുപോയി കുപ്പത്തൊട്ടിലും അനാഥാലയത്തിലും ഒക്കെ ഇടുന്നവരൊന്ന് ആലോചിക്കണം. നമ്മളെ വളർത്താൻ എന്തോരം കഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ത്യാഗം സഹിക്കും, എന്തൊക്കെ ആവശ്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് അവരുടെ ആവശ്യത്തിൻ്റെ പിന്നാലെ ഓടും. അപ്പം നമ്മളെ വളർത്തിയതും നമ്മുടെ കാരണന്മാരിങ്ങനെ തന്നെയാണെന്ന് ഓർക്കണം. നമ്മൾ വിതയ്ക്കുന്നതേ നമ്മൾ കൊയ്യുള്ളൂ, നമ്മൾ നോക്കിയാലേ നമ്മുടെ മക്കൾ നമ്മളെ നോക്കോളം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതൊന്നും ഇന്നത്തെ കാലത്ത് പ്രതീക്ഷിക്കണ്ട കേട്ടോ. നമ്മൾ നമ്മുടെ കാരണന്മാരെ നോക്കുക, അവർക്ക് പരമാവധി സന്തോഷം കൊടുക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിലോ 15ഉം 16ഉം അല്ലെ 41 അടിയന്തരം വെച്ച് നാട്ടുകാരെ സത്യം ഊട്ടിക്കുന്നതോ ഒന്നുമല്ല അവർക്ക് സന്തോഷം. അവരിതൊന്നും അറിയുന്നില്ല. ജീവിച്ചിരിക്കുമ്പം കൊടുക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് അവർക്ക് ഏറ്റവും വലുത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങളെല്ലാവരും യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ വേണം. കുറേ കാലം കൂടെ എൻ്റെ അമ്മച്ചി എൻ്റെ കൂടെ ഇരിക്കാനായിട്ട് കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇല്ലേ അമ്മച്ചി? ടാറ്റ പറഞ്ഞേ. ടാറ്റാ.